11 വർഷം മുമ്പ് ഒരു ഓണക്കാലത്ത് കോളേജിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ കറുത്ത ഷർട്ടും വെള്ളം കൊണ്ട് കൊടുത്ത് JCB-യും KSRTC ബസ്സും ഫയർ എഞ്ചിനും ഫയർഫോഴ്സിന്റെ വണ്ടിയൊക്കെ വാടകയ്ക്ക് എടുത്ത് നാട്ടു റോട്ടിൽ ഓണാഘോഷം ഓർമ്മയുണ്ട? അതുപോലൊരു ഓണാഘോഷം ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല. പിന്നീട് ഇങ്ങോട്ടേക്ക് 2015 ശേഷം ഇങ്ങോട്ടേക്ക് പിന്നീട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ശബരിമലയ്ക്ക് പോകുന്ന മാലയിട്ടവർക്ക് പോലും കറുത്ത ഷർട്ട് കിട്ടാതിരുന്ന, കറുത്ത ഷർട്ടിനെ വെള്ള മുടിനെയും ഇത്രയും ട്രെൻഡിങ് ആക്കി മാറ്റിയ ഒരു പടം. ഡ്രസ്സിന് മാത്രമല്ല, ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡിലും ഈ സിനിമയിലെ പാട്ടും തമാശകളും കൗണ്ടറും, എന്തിന് സൗബിന്റെ ഒരു വിസിലടി പോലും ഒരു ട്രെൻഡാക്കി മാറ്റിയ കിടിലം ഒരു പടമായിരുന്നു അൽഫോൺസ് പുത്രന്റെ പ്രേമം. അൽഫോൺസ് പുത്രന്റെ ഭാഷ തന്നെ പറഞ്ഞാല് ലോക സിനിമയിൽ വലിയ പുതുമയൊന്നും ഇല്ലാത്തൊരു സിനിമ എന്ന രീതിയിലാണ് അദ്ദേഹം ഇറക്കിയത്. പക്ഷെ ആ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഇന്നും ഫ്രഷ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റിയ ഒരു മാസ്റ്റർ ക്രാഫ്റ്റ് തന്നെയായിരുന്നു പ്രേമം. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഈ പടം റിലീസായത്, 2015. അത് നമ്മൾ സിനിമ കാണുന്ന സമയം എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. ഏത് സിനിമ എന്നുള്ളതല്ല, നമ്മൾ എപ്പോ കാണുന്നു എന്നുള്ളത് കൂടി ഒരു ഫാക്ടർ ആണല്ലോ. ആ സമയത്ത് ഈ പടം റിലീസായി ഒരു 1-2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഇതിന്റെ പ്രിന്റ്, അതായത് സെൻസർ കോപ്പി ഓൾമോസ്റ്റ് എല്ലാ ടെലഗ്രാം ഗ്രൂപ്പിലും വന്നു തുടങ്ങി. പക്ഷേ അത്ഭുതകരമായിട്ടൊരു കാര്യം എന്ന് വെച്ചാല്, ആ ടെലഗ്രാം വേർഷൻ, ആ സെൻസർ കോപ്പി കണ്ടിട്ടും ആൾക്കാര് തിയേറ്ററിൽ പോയിട്ട് പടം കണ്ടു. അപ്പൊ ആ പടത്തിന്റെ ഒരു ഇമ്പാക്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു പടം അതിന്റെ കോപ്പി ഇറങ്ങി, അത് കണ്ടിട്ട് ഇതിങ്ങനെ കണ്ടാ പോരാ, തിയേറ്ററിൽ പോയി കാണണം എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ തിയേറ്ററിൽ പോയി കണ്ടു. ഞാൻ 2 പ്രാവശ്യം കണ്ട പടമാണ് ഇത് തിയേറ്ററിൽ. ഒരു കിടിലായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കോളേജ് ടൈമിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പടത്തിൽ കോളേജുമായി ബന്ധപ്പെട്ട ഷോട്ടുകളോ സീനുകളൊക്കെ വളരെ കുറവാണ്. പക്ഷെ കോളേജ് ലൈഫ് എന്നതിലുപരി ഞാൻ എന്റെ കാര്യം പറയാം, എനിക്ക് ഈ സിനിമ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു കാര്യം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആക്കിയ ഒരു കാര്യം എന്ന് വെച്ചാല്, ഇത് ശരിക്കും ഒരു ബോയ് ഹുഡ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. അതായത് ജോർജ് എന്ന് പറയുന്ന ഒരു ആളിന്റെ ഒരു പ്രീ ഡിഗ്രി +2 മുതൽ അയാളുടെ ഒരു മാൻഹുഡ് എന്ന് പറയുന്ന ഒരു വയസ്സുണ്ട്, ഒരു 30+ വരെയുള്ള ഒരു ആവറേജ് ബോയുടെ പ്രൈം ടൈമിനെ നല്ല രീതിയിൽ പോർട്രേ ചെയ്തിട്ടുള്ള ഒരു പടമാണ് പ്രേമം എന്ന് പറയുന്നത്. അതില് ആ കഥാപാത്രത്തിന് വരുന്ന ഒരു ചേഞ്ച് ഉണ്ട്, ഒരു ക്യാരക്ടർ ആർക്ക് ഉണ്ട്. ആദ്യം മേരി അപ്രോച്ച് ചെയ്തത് പോലെയല്ല അവസാനം സെലിൻ അപ്രോച്ച് ചെയ്തത്. മേരി അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഒരു 17-18 വയസ്സുള്ള ഒരു ചെക്കന് ഒരു നല്ല സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയോട് തോന്നാവുന്ന ഒരു ഇൻഫാക്ച്വേഷനോ ഒരു അട്രാക്ഷനോ, അതിന്റെ പേരിൽ അയാള് നടത്തുന്ന ചില അഭ്യാസങ്ങള്, അവരുടെ പുറകെ പോവുക, ചേസ് ചെയ്യുക, ഫോളോ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളല്ല. സെലിന്റെ അടുത്തെത്തുന്ന സമയത്ത് ജോർജിന് അറിയാം, ജോർജിന്റെ പ്രൊഫഷനെ കുറിച്ച് നല്ല ധാരണയുണ്ട്, ജോർജിന്റെ ലൈഫിനെ കുറിച്ച് നല്ല കാഴ്ചപ്പാടുണ്ട്, അയാൾ ഫ്രണ്ട്സിനെ നല്ല രീതിയിൽ ക്യാരി ചെയ്യുന്നുണ്ട്. അയാളുടെ സ്കൂൾ ലെവൽ തൊട്ട് അങ്ങോട്ടേക്കുള്ള കോളേജ് ലൈഫിൽ അയാൾ അടി ഉണ്ടാക്കിയ ആൾക്കാരെ വരെ അയാൾ അവസാനം വരെ കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. സോ ഒരാളിന്റെ ഒരു ചേഞ്ച്, ക്യാരക്ടറിലുള്ള ചേഞ്ചും അയാളുടെ ഇമോഷൻസിലുള്ള ചേഞ്ചും ഒക്കെ നല്ല രീതിയിൽ പോർട്രേ ചെയ്തിട്ടുള്ള സിനിമ കൂടിയായിരുന്നു പ്രേമം. ഇങ്ങനെയുള്ള ഒരു സാധനം കൂടിയാണ് ഈ പ്രേമത്തിനെ എപ്പോഴും ഫ്രഷ് ആക്കി നിർത്തുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ മണിച്ചിത്രത്താഴ് സിനിമ കാണുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് തോന്നാറില്ല, ചേട്ടാ ഇങ്ങനത്തെ ഒരു സീൻ ആ സിനിമയിൽ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കഥാപാത്രം ഈ സിനിമയിൽ ഉണ്ടായിരുന്നോ. ഇതേ ഒരു തോന്നല് എനിക്ക് പിന്നെ ഉണ്ടാക്കിയിട്ടുള്ള സിനിമയാണ് പ്രേമം. പ്രേമം നമ്മൾ ഓരോ പ്രാവശ്യം കാണുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഡയലോഗ് ഈ പടത്തിൽ ഉണ്ടായിരുന്നല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സീൻ ഇതിൽ ഉണ്ടായിരുന്നല്ലേ. ശ്രദ്ധിച്ചു നോക്കുക, അതിന് ആദ്യം ഈ ഗോപു ടീ സ്റ്റാളിൽ ഇരുന്ന് ചായ കുടിക്കുന്ന ഒരു സാധനമില്ലേ, അവിടെ വളരെ ഈസി ആയിട്ടുള്ള ഒരു അപ്പാപ്പൻ ഇരുന്ന് ചായ കുടിക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാ? ഒന്ന് കണ്ടു നോക്കുക. ആ അപ്പാപ്പൻ പിന്നീട് റീൽസിലെല്ലാം ഇയാൾ ഭയങ്കര ട്രെൻഡിങ്ങിൽ വന്നായിരുന്നു. അങ്ങനെ ഓരോ പ്രാവശ്യം കാണുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്ത ഏതെങ്കിലും ചില സാധനങ്ങൾ, ചിലപ്പോൾ ഒരു ഒബ്ജക്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു കഥാപാത്രം ആവാം, ഒരു ഡയലോഗ് ആവാം, ഇങ്ങനെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന എന്തൊക്കെയോ ചില കാര്യങ്ങൾ ആ സിനിമയിലുണ്ട്. ഈ സിനിമയുടെ മേക്കിങ്ങും അല്ലെങ്കിൽ സ്ക്രിപ്റ്റും മേക്കിങ്ങും ആണ് ഇതിന്റെ ഒരു ബോഡി, ഒരു ശരീരമെങ്കിലും ഈ പടത്തിന്റെ ഒരു ബ്ലഡ് എന്ന് പറയാൻ പറ്റുന്ന സാധനമാണ് ഇതിന്റെ സിനിമാറ്റോഗ്രഫിയും അതുപോലെ തന്നെ മ്യൂസിക്കും നടന്നത്. പ്രേമത്തിന്റെ ഫസ്റ്റ് ഷോട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ആദ്യം ഒരു കുറച്ച് ചെടികളെല്ലാം കാണിക്കും, അതിലിങ്ങനെ ഒരു ചിത്രശലഭം ബട്ടർഫ്ലൈ വന്നിരിക്കുന്നതും ആ ബട്ടർഫ്ലൈയുടെ ഒരു മോഷൻ ഉണ്ട്, മനസ്സിലായോ? ആ മോഷൻ അനുസരിച്ചിട്ടാണ് പിന്നീട് ആ സിനിമയിലെ ക്യാമറ മൊമെന്റ് എല്ലാം വരുന്നത്. ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. സാധാരണ ഒരു സിനിമയിൽ ഇപ്പോ സ്റ്റഡി ആയിട്ടുള്ള ചില സാധനങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ക്രെയിനോ ഗിംബലോ അല്ലെങ്കിൽ ജിബലോ വെച്ചിട്ടുള്ള ചില ഷോട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ പ്രേമത്തിലെ ഓരോ ഷോട്ട് നോക്കി ഒരു ബട്ടർഫ്ലൈ, ഒരു ചിത്രശലഭം എങ്ങനെയാണോ ഇങ്ങനെ പറക്കുന്നത് അതേപോലെയാണ്. ഒരിക്കലും അതിങ്ങനെ സ്ട്രൈറ്റ് ലൈനിൽ പ്ലെയിൻ പോകുന്ന പോലെ ചിത്രശലഭം പോകില്ലല്ലോ. ഇങ്ങനെ അതിന്റെ മോശം തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ആ സിനിമയിലെ ഓരോ ഷോട്ട് നോക്കിയാൽ മതി, ഇങ്ങനെ ക്യാമറ ഇവിടെ സ്റ്റഡി ചെയ്ത് നിൽക്കില്ല, അതിലൊരു ഒഴുക്കുണ്ട്, എക്സാക്ട്ലി ലൈക്ക് ഒരു ബട്ടർഫ്ലൈയുടെ മോഷൻ പോലെ തന്നെ അവസാനം വരെ ആ ഒരു മോഷൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമയിലെ ഈവൻ മാസ് സീനിൽ പോലും ആ സ്റ്റേജിന്റെ അടിയിൽ നിന്ന് ഇവര് മറ്റേ ഗുണ്ട് കത്തിച്ചിട്ട് പുറത്തേക്ക് വരുന്ന സാധനം ഉണ്ടല്ലോ, അവിടെയും ക്യാമറയുടെ മൂവ്മെന്റിനൊന്നും ഒരു മാറ്റവും ഇല്ല. ആ ഒരു മൂവ്മെന്റിലെ കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമാറ്റോഗ്രഫി, അതായത് ഒരു വിഷ്വൽ ഗ്രാമർ ആ സിനിമയ്ക്കുണ്ട്. ഈ മലർ മിസ്സിന്റെ വീട്ടില്
ഇവര് എന്താണ് പോയി കണ്ടതിന് ശേഷം ഈ ജോർജ് മലർമിസിനോട് പറയുന്നില്ലേ, മറ്റേ മല്ലിപ്പൂ വാങ്ങിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് ജോർജിനോട് അവർ ചോദിക്കില്ലേ പേരെന്താ ചോദിക്കുമ്പോഴത്തേക്ക് ജോർജ് എന്ന് പറയുന്നതിന് ശേഷം ഇയാൾ ഇറങ്ങി വരുമല്ലോ വീട്ടിന്റെ ഉള്ളിൽ നിന്ന്. അവിടെയാണ് ആ ട്രാക്ക് വരുന്നത്. പക്ഷെ ആ മ്യൂസിക് നമ്മൾ പിടിച്ചിരുത്തുന്നത് പോലെ തന്നെ ആ സിനിമാറ്റോഗ്രഫി, അതായത് ക്യാമറ കൊണ്ട് അവിടെ ചെയ്തു വെച്ചിട്ടുള്ള ചില സാധനങ്ങളുണ്ട്. അതെല്ലാം ഈ പടം റീമേക്ക് ചെയ്തപ്പോ പോലും അവർക്ക് കോപ്പി ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമായിരുന്നു ഈ സിനിമയുടെ ഒരു വിഷ്വൽ ഗ്രാമർ എന്ന് പറയുന്നത്. മറ്റൊന്ന് മ്യൂസിക് ആണ്. രാജേഷ് മുരുകേശന്റെ കിടിലമായിട്ടുള്ള മ്യൂസിക്. ഇതിൽ നല്ല പാട്ടുകളുണ്ട്, അടിപൊളിയായിട്ടുള്ള പാട്ടുകളുണ്ട്. പക്ഷെ പാട്ടിനെക്കാളും എനിക്ക് അടിപൊളിയായി തോന്നിയത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്. എനിക്ക് തോന്നുന്നു 2010 മുതൽ 2020 വരെയുള്ള ആ ഒരു ഡെക്കേഡിലെ സിനിമസ് എടുത്തു കഴിഞ്ഞാൽ 96 എന്ന് പറയുന്ന സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതുപോലെ തന്നെ മ്യൂസിക് വർക്കും പ്രേമത്തിന്റെ മ്യൂസിക് വർക്കും ഉണ്ടല്ലോ, ഹെവിയാണ്, കിടിലാണ്. ഇതില് അൺഫിനിഷ്ഡ് ഹോപ്പ് എന്ന് പറയുന്നൊരു ട്രാക്ക് ഇല്ലേ, അത് ഓരോ പ്രാവശ്യം കേൾക്കുന്ന സമയത്തും, ഇപ്പൊ ഞാൻ ഇന്ന് കേൾക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഫ്ലാഷ് ബാക്ക് അടിച്ച് ബാക്കിലോട്ട് പോകും. നമ്മുടെ ഇതുവരെയുള്ള ലൈഫിൽ നമ്മൾ കണ്ടുമുട്ടിയിട്ടുള്ള വ്യക്തികള്, നമുക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങള്, കുറെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു ലൂപ്പ് പോലെ വരുന്ന, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുന്ന ഒരു തരം മാജിക് ആ ഒരു മ്യൂസിക്കിലുണ്ട്. കിടിലായിട്ടുള്ള ഒരു വർക്കായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവസാനം ലാസ്റ്റ് ജോർജിന്റെ കല്യാണം റിസപ്ഷന്റെ സമയത്ത് നമ്മുടെ മലർമിസും അവരുടെ കസിനും കൂടി വരുന്ന ഒരു സാധനമില്ലേ, അവിടെ യൂസ് ചെയ്തിട്ടുള്ള ട്രാക്കെല്ലാം ഉണ്ടല്ലോ, ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ചില സാധനങ്ങളായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ലൈഫിൽ അയാളുടെ കാഴ്ചപ്പാടുകൾ, അല്ലെങ്കിൽ അയാൾക്ക് തോന്നുന്ന ഇഷ്ടങ്ങൾ, അയാളുടെ ഇഷ്ടങ്ങൾ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പോർട്രേ ചെയ്ത സിനിമ കൂടിയായിരുന്നു പ്രേമം. നമ്മളൊരു എന്റർടൈൻമെന്റ് മൂവി എന്നതിലുപരിയില്ലേ, ആ സിനിമ ഓരോ പ്രാവശ്യം കാണുമ്പോഴത്തേക്കും അതിലെ ഓരോ കഥാപാത്രങ്ങളുടെയും ഒരു സൈക്കോളജിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കും അതുപോലത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോ ഒരാളുടെ ലൈഫില് അയാൾക്ക് ഇഷ്ടങ്ങളൊക്കെ തോന്നാം. പക്ഷെ ആദ്യം ഒരു ആൺകുട്ടിയെ സംബന്ധിച്ച് ഇഷ്ടം തോന്നുന്ന സ്വാഭാവികമായിട്ടും ഭയങ്കര എന്താണ്, കാണാൻ അത്യാവശ്യം അട്രാക്ഷൻ ഉള്ള ഒരു പെൺകുട്ടിയോടായിരിക്കും. ഒരുപക്ഷെ അവളുടെ പുറകിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. ആ ഒരു അപ്രോച്ചോടെ ആയിരിക്കില്ല പിന്നീട് കോളേജിലേക്ക് പോകുന്ന സമയത്ത്. മനസ്സിലായില്ല, കോളേജിൽ ചിലപ്പോൾ ഒരു നല്ലൊരു 2 വേ പ്രണയം അവളുടെ ലൈഫിൽ ഉണ്ടാകും. പക്ഷെ അറിയാലോ, നമ്മൾ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഈ ഗ്യാപ്പിന് ശേഷം അയാളുടെ ലൈഫിലേക്ക് അയാൾ പോലും അറിയാതെ ഒരു ചങ്ങായി കയറി വരും. അതൊരു 1.5 പരിപാടിയായിരിക്കും. അത് ഈ സിനിമയിൽ നല്ല രീതിയിൽ കാണിച്ചു തരുന്നുണ്ട്. എന്നിട്ട് ക്ലൈമാക്സിൽ എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നിയൊരു സാധനം എന്ന് വെച്ചാല്, ഈ ജോർജിന്റെ റിസപ്ഷന് ഈ മലർ മിസ് വരുമല്ലോ. അപ്പോ ശംഭുവിനോട് ചോദിക്കുന്നുണ്ട്, ഇത് നമ്മുടെ മലർ മിസ് അല്ലേ, ഇവരാരെ വിളിച്ചത്? നിർബന്ധത്തേക്ക് ഞാനാണ് വിളിച്ചത്. ആരും പറഞ്ഞിട്ടാണ് വിളിച്ചത്? സെലിൻ പറഞ്ഞിട്ടാണ് വിളിച്ചത്. അതായത് സെലിന് ജോർജിനെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. ഇവരെപ്പോഴായിരുന്നു ഏറ്റവും ഹാപ്പി ആയിട്ടിരുന്നത്, എന്താണ് ഇയാളുടെ ലൈഫിൽ സംഭവിച്ച ഏറ്റവും വലിയ ഡിസാസ്റ്റർ. സോ ആ ഒരു വ്യക്തി, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഇവരുടെ ഒരു നല്ല മൊമെന്റിൽ ഉണ്ടായിരിക്കണം എന്ന് സെലിൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ മലർ മിസ് വരുന്നത്. സോ ഓരോ പ്രാവശ്യം കാണുന്ന സമയത്തും നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ വേണ്ടി തരുന്ന ഒരുപാട് ഘടകങ്ങൾ ഈ സിനിമയിലുണ്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അവസാനം ഈ ജോർജ് മലർ മിസിനെ കാണുന്ന സമയത്ത് ജോർജ് ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ ആയിട്ടൊരു സാധനമുണ്ട്. അതായത് നമ്മൾക്ക് ഒരാളോട് ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്ടം തോന്നി, പിന്നീട് ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയിട്ടില്ല, അത് റിയലൈസ് ചെയ്തു, പിന്നെ അതിൽ നിന്ന് ഒരു വലിയ ഗ്യാപ്പ് കിട്ടി, ആ ഒരു തിരിച്ചറിവുണ്ടായതിനു ശേഷം ആ വ്യക്തിയെ പിന്നീട് കാണുന്ന സമയത്ത് ഒരു മനുഷ്യന് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട്. അതായത് അംഗീകരിക്കുക, അക്സെപ്റ്റ് ചെയ്യുക, അതിനുശേഷം ഉണ്ടാകുന്ന ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു ബ്രത്ത് ഉണ്ട്. അത് ഈ സിനിമയിൽ ജോർജിന്റെ ഇതിൽ കാണാൻ വേണ്ടി പറ്റും. അതിനുശേഷം ഇവര് റിസപ്ഷന്റെ അടുത്തുനിന്ന് നമ്മുടെ മലർ മിസ്സും ഇവരുടെ കസിനും ഇങ്ങനെ ഇറങ്ങി പോകുന്ന സമയത്ത് ഇവരുടെ കസിൻ ചോദിക്കുന്നുണ്ട്, അവരോട് പറയാമായിരുന്നില്ലേ ചോദിക്കുന്ന സമയത്ത് മലർ മിസ് പറയുന്നില്ലേ അവനിപ്പോ നല്ല ഹാപ്പി ആണെന്ന് പറയുന്നില്ലേ. സോ അതെല്ലാം ഒരു മനുഷ്യന്റെ ലൈഫിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് ഘടകങ്ങളും ഈ സിനിമയിലുണ്ട്. ഞാൻ ആദ്യം 2015 ഫസ്റ്റ് പ്രേമം കണ്ടതുപോലെയല്ല പിന്നീട് ഓരോ പ്രാവശ്യം കണ്ടത്, മനസ്സിലായോ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സിനിമ ഒരു മാസ്റ്റർ വർക്ക്, ഒരു മാസ്റ്റർ ക്രാഫ്റ്റ് എന്ന് പറയാനുണ്ടായ കാരണം. പിന്നെ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ സിനിമ ഉണ്ടാക്കിയ ആൾക്ക് പോലും ഇനി ഇതുപോലത്തെ ഒരു പടം ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. കാരണം വെച്ചാല് ഇതെല്ലാം ഒറ്റ പ്രാവശ്യം ചെയ്യാൻ വേണ്ടി പറ്റും, മനസ്സിലായില്ല? അങ്ങനെ ഒരു വർക്കാണ്. അതായത് എല്ലാ ടെക്നീഷ്യൻസിന്റെയും എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കിടിലം മൊമെന്റ്. നിവിൻ പോളിയുടെ കാര്യം എടുത്തു നോക്കിയാൽ, നിവിൻ പോളിയെ അതിനുശേഷം അത്രയും അടിപൊളിയായിട്ട് പിന്നെ ഒരു സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു പ്രേമത്തിന് ശേഷം പിന്നെ വന്നത് മറ്റേ ആ പോലീസുകാരനായിട്ടുള്ള പടമാണെന്ന് തോന്നുന്നത്. അപ്പോഴത്തേക്ക് അയാൾ കുറച്ച് തടി വെച്ചു. പിന്നീട് അറിയാലോ നിവിൻ പോളിയുടെ ഗ്രാഫ് മെല്ലെ 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 പോയി. പിന്നെ വർഷങ്ങൾക്ക് ശേഷം സർവ്വമയലാണ് ചെങ്ങായി ഒന്ന്
രക്ഷപ്പെട്ട് വന്നത്. സോ അത്രയും വലിയൊരു ഗ്യാപ്പ്. അപ്പൊ ഇതിന് തൊട്ട് മുമ്പുള്ള ഒരു നല്ല ബെഞ്ച് മാർക്ക് മൂവി കൂടിയായിരുന്നു പ്രേം എന്ന് പറയുന്നത്. പിന്നെ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ എടുത്തു നോക്കി. ഇപ്പൊ സൗബിന്റെ കഥാപാത്രം, അതുപോലെ തന്നെ നമ്മുടെ വിനയ് ഫോർട്ടിന്റെ വിമൽ സാറ്, അതുപോലെ തന്നെ ശബരീഷിന്റെ കഥാപാത്രം, മറ്റേ കോയയുടെ കഥാപാത്രങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാല് ആ ആർട്ടിസ്റ്റുകളുടെയും ഒരു നല്ല പെർഫോമൻസ് കൂടിയായിരുന്നു പ്രേമം എന്ന് പറയുന്നത്. ഇതില് എനിക്ക് രണ്ട് തരത്തിലുള്ള പ്രണയങ്ങൾ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ആ കോളേജ് ലൈഫിൽ. അതായത് ഈ വിമൽ സാറ് നമ്മുടെ മലർ മിസ്സിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് അത് രണ്ടും ശരിക്കും രണ്ട് ജനറേഷനാണ്. അതായത് വിമൽ സാറിന്റെയും അതുപോലെ തന്നെ നമ്മുടെ പി ടി മാഷിന്റെ ഒരു ജനറേഷൻ, ഇപ്പുറത്ത് ജോർജിന്റെയും ടീമിന്റെയും മറ്റൊരു ജനറേഷൻ. സോ ജോർജ് മറ്റേ മലർ മിസ്സിനെ അപ്രോച്ച് ചെയ്യുന്നതും അവരുടെ ഒരു റിലേഷൻ പരിപാടിയൊക്കെ ഒരു ഭാഗത്തൂടെ പോകുന്നുണ്ട്. വിമൽ സാർ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് വിമൽ സാർ ഇവരെ ജോർജിനെയൊക്കെ വിളിച്ചതിന് ശേഷം ക്യാൻറ്റീനിൽ കൊണ്ടുപോയിട്ട് പറയുന്നില്ലേ, വിമൽ സാർ അടിപൊളിയാണ്, വിമൽ സാർ ഓടും, ഡാൻസ് കളിക്കും, അതുപോലെ തന്നെ വിമൽ സാർ ഒരുപാട് സ്ഥലമുണ്ട്, എത്ര 900 ഏക്കറോ തമിഴ്നാട്ടിലെ സ്ഥലത്തിന് വലിയ വിലയൊന്നുമില്ല, 900 ഏക്കർ മറ്റേ സബർജില്ലി തോട്ടം. സോ അയാളുടെ ഒരു കാഴ്ചപ്പാട് നോക്കി അത് കാണുന്ന സമയത്തില്ലേ, ഇപ്പൊ നിലവിൽ ഈ 90s പിള്ളേര് പ്രേമിക്കാൻ വളയ്ക്കാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് കാണിച്ചു കൂട്ടുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി തോന്നും. അതായത് ജനറേഷൻസ് മാറുന്നതിനനുസരിച്ച് ആൾക്കാരുടെ അപ്രോച്ചിലും താല്പര്യങ്ങളിലൊക്കെ വരുന്ന ചില മാറ്റങ്ങളില്ലേ, അതൊക്കെ ഈ സിനിമയിൽ കാണാൻ വേണ്ടി പറ്റും. എന്ന് മാത്രമല്ല ഈ പടം ഇന്നേ വരെ കണ്ടിട്ടില്ലാതെ 2026 ആദ്യമായിട്ട് ഈ സിനിമ കാണുന്ന ഒരാൾക്ക് പോലും ഇല്ലേ ഇത് പെട്ടെന്ന് കണക്ട് ആവും. അതാണ് ഞാൻ പറഞ്ഞത്, എത്ര ജനറേഷൻസ് കഴിഞ്ഞാലും ഈ ഒരു ഐഡിയ എന്ന് പറയുന്നത്, അതായത് ഫ്രണ്ട്ഷിപ്പ്, പ്രണയം എന്നൊക്കെ പറയുന്ന വളരെ ചുരുക്കം ഇമോഷൻസ് നമുക്ക് ഈ ഭാഷ, അതുപോലെ തന്നെ ഇറസ്പെക്റ്റീവ് ഓഫ് ടൈം, സമയത്തിന്റെ ഒന്നും ഇതില്ലാതെ എപ്പോ വേണമെങ്കിലും നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ വളരെ അപൂർവമായിട്ട് മലയാളത്തിൽ സംഭവിക്കുന്ന, മലയാളത്തിൽ നിന്നല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ സംഭവിക്കുന്ന വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു പടം കൂടിയായിരുന്നു പ്രേമം എന്ന് പറയുന്നത്. മ്യൂസിക്കലി നല്ല റിച്ച് ആണ്, നല്ല തമാശകളുണ്ട്. ഇതെന്ത് പറ്റിയതാ, കൊതുക് കടിച്ചതാ, കൊതുക് ആ സാധനം. അതുപോലെ തന്നെ ജോർജ് വൈകുന്നേരം ഗ്രൗണ്ടിൽ, അങ്ങനെ ഒരു പൊടി സാധനങ്ങളൊക്കെ ഉണ്ട്. കൊളക്കോഴിയുടെ കോൺട്രിബ്യൂഷൻ, അതുപോലെ തന്നെ ഗിരിരാജൻ കോഴിയുടെ തമാശകള്, പിന്നെ കോളേജിൽ തന്നെ ഇവർ പറയുന്ന ചില കൗണ്ടറുകള്, അവരുടെ ഒരു സ്റ്റേ ചെയ്യുന്ന റൂം ഉണ്ടല്ലോ, കോളേജിലാണ് പഠിക്കുന്നതെങ്കിലും ഇവരുടെ റൂമിന്റെ ഉള്ളിലുള്ള ആ ഒരു സെറ്റപ്പ്, ശംഭുവിന്റെ വീട്ടിലത്തെ അവസ്ഥ, ശംഭു പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അവരുടെ വീടൊക്കെ ആയിരുന്നു. ഇങ്ങനെ ഒരു ജനറേഷനെ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളും ഈ സിനിമയിലുണ്ട്. ഇനി ഏത് ജനറേഷൻ വന്നു കഴിഞ്ഞാലും ഇമോഷൻസിന് വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ലല്ലോ ഇപ്പോ. അതായത് ഈ പടത്തിന്റെ 3 ടൈം പീരീഡ് ഇല്ലേ, +2, അതായത് പ്രീ ഡിഗ്രി ടൈം, കോളേജ് ടൈം, മെച്ചൂർ ആയിട്ടുള്ള ടൈം, ഈ 3 കാലഘട്ടങ്ങളെയും സെപ്പറേറ്റ് ആയിട്ട് സിനിമയാക്കി വെച്ച് കഴിഞ്ഞാലും ഇല്ലേ ആൾക്കാർ കാണാനുണ്ടാവും. അതിന്റെ എക്സാമ്പിൾ ആണ് തണ്ണീർമത്തൻ ദിനങ്ങൾ. ഇപ്പൊ ഈ നമ്മുടെ ജോർജ് ആൻഡ് ടീമിന്റെ ഒരു പ്രീ ഡിഗ്രി ടൈം ഇല്ലേ, അതിനതേപോലെ മാറ്റി വെച്ചിട്ട് ഒരു സെപ്പറേറ്റ് പടം ആക്കിയാലില്ലേ അതൊരു പക്ഷെ നമ്മുടെ തണ്ണീർമത്തൻ ദിനങ്ങൾ പോലെ ഉണ്ടാവും. അപ്പോ ആ ഒരു ടൈം ഒരു ആൺകുട്ടികളെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മളൊരു ബോയ്ഹുഡിൽ നിന്ന് നേരെ ഒരു മാൻഹുഡിലേക്ക് വരുന്ന ഒരു ടൈമാണ്. ആ ഒരു ക്യാരക്ടർ ആർക്ക് നല്ല വൃത്തിയായിട്ട് ഒരൊറ്റ പടത്തിൽ തന്നെ കാണിക്കാനും ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവരുടെ ഒരു ഫ്ലെക്സിബിലിറ്റി നോക്കിയാൽ നിവിൻ പോളി ക്ലീൻ ഷേവെല്ലാം ചെയ്ത് സെറ്റായി വന്നു കഴിഞ്ഞാൽ പ്രിഡിഗ്രി പഠിക്കുന്ന ചെക്കനായി, താടി വെച്ചാൽ കോളേജിലായി, താടിയെല്ലാം പഠിച്ചു കളഞ്ഞ് നല്ല റഫ് ലുക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 30 അല്ലെങ്കിൽ 30+ ഒരാളായി. ആ ഒരു ഫ്ലെക്സിബിലിറ്റിയും അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇനി ആ ഒരു ബോഡി ലാംഗ്വേജിലേക്ക് എന്തായാലും മാറാനും പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ആക്ടറിനും ഒരു ക്രിയേറ്ററിനും അവരുടെ ലൈഫിൽ ഒറ്റ പ്രാവശ്യം ചെയ്യാൻ വേണ്ടി പറ്റിയ ഏറ്റവും ക്രിഡിലായിട്ടുള്ള ഒരു വർക്കായിരുന്നു പ്രേമം. ഞാനെന്ന് പറഞ്ഞില്ലേ, ഞാൻ ഡിലീറ്റ് ആക്കാതെ വെച്ചിട്ടുള്ള കുറച്ച് പടങ്ങളുണ്ട്, അതിലൊന്നാണ് പ്രേമം. ആക്ച്വലി മേരിയെക്കാളും മലർ മിസ്സിനെക്കാളും നമ്മുടെ സെല്ലിനെക്കാളും സുന്ദരിയായിട്ടുള്ള പെൺകുട്ടികളെ ജോർജിന്റെ ക്ലാസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. ഇനി സിനിമ കാണുമ്പോൾ ശ്രദ്ധിച്ചോ, ജോർജിന്റെ കൂടെ പള്ളിയില് അക്വയറിൽ പാട്ട് പാടുന്ന ഒരു പെൺകുട്ടിയില്ലേ, ഇയാളോടെ കോളേജിൽ പഠിക്കുന്നുണ്ട്. ആ പെൺകുട്ടിക്ക് ഒരു ചില നോട്ടുകൾ കൊണ്ടൊക്കെ നമുക്ക് മനസ്സിലാവും അയാളോട് എന്തോ ഒരു അട്രാക്ഷൻ ഉണ്ട് എന്നുള്ളത്. പ്രത്യേകിച്ച് ആ ഓണം സെലിബ്രേഷന്റെ സമയത്ത് നിവിൻ പോളി ഇങ്ങനെ കുർത്തയിലിട്ട് വരുന്ന സമയത്ത് ഇവിടെ താഴെ ഇങ്ങനെ മറ്റേ പൂക്കൾ കൊടുത്തിട്ടുണ്ടാവും, അവിടുത്തെ ഒരു നോട്ടമൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു നോട്ടം കൊണ്ടൊക്കെ നമ്മളോട് ചില താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു, നമ്മളോട് ചില ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്ന ചില കഥാപാത്രങ്ങള് ഈ സിനിമ നമ്മുടെ ലൈഫിലും ഉണ്ടാകും. അതേപോലത്തെ ചില സാധനങ്ങൾ ഈ സിനിമയിലും ഉണ്ട്. നമ്മൾ കുറെ കഴിഞ്ഞിട്ടായിരിക്കും അത് റിയലൈസ് ചെയ്യുക, ചേടാ അന്ന് അയാളോട്, പക്ഷെ അത് വർക്കായിട്ടുണ്ടാവില്ല. ഇങ്ങനെ ചില ആൾക്കാരെല്ലാം നമ്മുടെ ലൈഫിൽ ഉണ്ടാവും, മനസ്സിലായില്ലേ? നമ്മളിപ്പോ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് മേ ബി നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ആൾക്കാർ തന്നെ ചിലപ്പോൾ ഇതുപോലെല്ലാം ഉണ്ടാവും. പക്ഷെ നമ്മൾ ആ സമയത്ത് റിയലൈസ് ചെയ്യുന്നില്ല. നമുക്ക് ആ സമയത്ത്
അവർക്ക് മറ്റു പല പല താല്പര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ ഞാൻ കണ്ടൊരു കാര്യമാണ് ആ ഒരു കഥാപാത്രം, അതിന്റെ പേരൊന്നും അങ്ങനെ ഇവിടെ അഞ്ജലി എന്നാന്ന് തോന്നുന്നു. അഞ്ജലി, അതായത് നമ്മുടെ മാഷ് വന്നിട്ട് ജാവ പഠിപ്പിക്കുന്ന സമയത്ത് അഞ്ജലിക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ, ആ അഞ്ജലി ഇല്ലേ, അവര് ശരിക്കും മറ്റു 3 നായികമാരെക്കാളും അടിപൊളിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ചിലപ്പോൾ എന്റെ ഒരു തോന്നലായിരിക്കാം. സോ എന്താണ് നിങ്ങളുടെ പ്രേമ മൂവിയുടെ അഭിപ്രായം? ഒന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക. See you in the next video. Bye.